ഖുഷാംദീദ് ബച്ചോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഹാത്ത് മിലായെ എന്ന പാഠഭാഗത്തിലെ താലീമി സർഗർമിയാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കാം ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന്. സേലാബ് കി വജഹ സെ ക്യാ ക്യാ മുഷ്കിലാത്ത് പേഷ് ആത്തി ഹെ, നോട്ട് ലിഖിയെ. ഇതാണ് ആദ്യത്തെ പ്രവർത്തനം. അഥവാ എന്തായിരുന്നു ഇതിൻ്റെ അർത്ഥം? പ്രളയവും അല്ലെങ്കിൽ പ്രളയം അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം, അതിൻ്റെ കാരണം കൊണ്ട് എന്തെല്ലാം മുഷ്കിലാത്തുകൾ, എന്തെല്ലാം പ്രയാസങ്ങളാണ് നേരിടേണ്ടി വരുന്നത്, നോട്ട് തയ്യാറാക്കുക. ഇത് നമ്മുടെ പാഠപുസ്തകത്തിൽ ഈ പാഠഭാഗത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനന്ദ് കഷ്തിയിൽ കയറി ക്യാമ്പിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കാണുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. കണ്ടോ, ചാറോൻ തറഫ് ഖൗഫ്നാക് ഹാലാത്ത് തേ. എന്താ അർത്ഥം? നാല് ഭാഗവും ഭയാനകമായ കാഴ്ചയായിരുന്നു അല്ലെങ്കിൽ അവസ്ഥയായിരുന്നു. കൈ ജാൻവറോർ പരിന്തേ പാനി മേ ബഹ്രഹെത്തെ. കുറേ മൃഗങ്ങളും പക്ഷികളും ഒക്കെ എന്ത് ചെയ്യായിരുന്നു? വെള്ളത്തിൽ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പേട് പൗതെ ഗിർ പടയത്തെ, ചെടികളും മരങ്ങളും ഒക്കെ വീണ് കിടക്കുന്നു. ചന്ദ്ഗർ ഡൂബ് ഗയേത്തെ, കുറേ വീടുകൾ മുങ്ങിയിരിക്കുന്നു അല്ലേ, വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചാണ് നമ്മൾ ഇതിൻ്റെ ഉത്തരം എഴുതുന്നത്. നമുക്കൊന്ന് ആ നോട്ടൊന്ന് തയ്യാറാക്കി നോക്കാം അല്ലേ. നോക്കൂ. സേലാബ് കി വജഹ സെ, सैलाब की वजह से बहुत सारे मुश्किलात आते हैं. ഒരുപാട് പ്രയാസങ്ങൾ വരുന്നു. സേലാബ് കാരണം വളരെയധികം മുഷ്കിലാത്തുകൾ വരുന്നുണ്ട്. लोगों के घर और मकान ബർബാദ് ഹോ ജാത്തേ ഹെ അല്ലേ, നശിച്ചു പോകുന്നു. പിന്നെയോ ഉൻകെ ഖുഷാംദീദ് ബച്ചോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഹാത്ത് മിലായെ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. സേലാബ് കി വജഹ സെ ക്യാ ക്യാ മുഷ്കിലാത്ത് പേഷ് ആത്തി ഹെ, നോട്ട് ലിഖിയെ. എന്താണ് ഇതിൽ പറഞ്ഞത്? പ്രളയം കാരണം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കാരണം എന്തെല്ലാം പ്രയാസങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. നോട്ട് തയ്യാറാക്കുക. എന്തൊക്കെ പ്രയാസങ്ങളാണ് സേലാബ് കാരണം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്? കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനന്ദ് കഷ്തിയിലെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ തോണിയിൽ കയറി പോകുന്ന സമയത്ത് കണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കുറേ മൃഗങ്ങളും പക്ഷികളും ഒക്കെ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത്, ചെടികളും മരങ്ങളും ഒക്കെ വീണു പോകുന്നത്, വീടുകൾ മുങ്ങിക്കിടക്കുന്നത്, ഇതെല്ലാം അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പ്രളയവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടൊരു ഉത്തരം തയ്യാറാക്കാം. നോക്കാം. സേലാബ് കി വജഹ സെ ബഹുത് സാരെ അഥവാ വളരെയധികം മുഷ്കിലാത്ത് आते हैं. लोगों के घर बर्बाद हो जाते हैं. പിന്നെ ആളുകളുടെ വീടുകൾ നശിച്ചു പോകുന്നു. പിന്നെന്താണ്? പാൽത്തു പരിന്തേ ഓർ ജാൻവർ पानी में
बहा जाते हैं. പിന്നെ पेड़ और पौधे गिर जाते हैं. പിന്നെ रास्ता और सड़क बर्बाद हो जाते हैं. പിന്നെയോ कभी कभी इंसान और जानवर सैलाब में मर जाते हैं. എന്തൊക്കെ എഴുതിയത് നോക്കൂ. സേലാബ് की वजह से बहुत सारे मुश्किलात आते हैं. സേലാബ് കാരണം കൊണ്ട് വളരെയധികം മുഷ്കിലാത്തുകൾ വരുന്നുണ്ട്. ലോഗോं के घर बर्बाद हो जाते हैं. ആളുകളുടെ വീട് നശിച്ചു പോകുന്നു. പാൽത്തു പരിന്ദേ और जानवर पानी में बह जाते हैं. അല്ലേ, പാൽത്തു പാരന്തയും ജാൻവറും ഒക്കെ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നു. പേട് ഓർ പൗദേ ഗിർ ജാത്തേ ഹേ. മരങ്ങളും ചെടികളും ഒക്കെ വീണു പോകുന്നു. രാസ്ത ഓർ സടക് ബർബാദ് ഹോ ജാത്തേ ഹേ. വഴികളും റോഡുകളും ഒക്കെ നശിച്ചു പോകുന്നു. കബി കബി ഇൻസാൻ ഓർ ജാൻവർ സേലാബ് മേ മർ ജാത്തേ ഹേ. ചില സമയങ്ങളിൽ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് എന്ത് സംഭവിക്കാറുണ്ട്? ഇൻസാനും അതുപോലെ തന്നെ മൃഗങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? സേലാബിൽപ്പെട്ട് മരിച്ചു പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഴുതിയത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട്. പക്ഷേ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം ഇതാണ്. സേലാബ് സേ ലോഗോं को बचाने के लिए हम क्या क्या कर सकते हैं. എന്താ ഇതിൽ പറഞ്ഞത്? പ്രളയത്തിൽ നിന്നും ആളുകളെ രക്ഷിക്കാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാവും. പ്രളയം എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറാണ് അല്ലേ, വളരെ ഡേഞ്ചറാണ്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു അത് കാരണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? അപ്നെ ഹയാലാത്ത് പേഷ് കീജിയെ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ശരിക്കും നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? ശരിക്കും പ്രളയം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുന്നതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ, ഇതൊക്കെ ശരിക്കും ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനം മൂലമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കാലാവസ്ഥാ വ്യതിയാനവും എന്ത് കാരണം കൊണ്ട് വന്നതാണ്? നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ മനുഷ്യരാശിയുടെ പ്രവർത്തനങ്ങളും ചൂഷണങ്ങളും കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് പ്രളയമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് വരിക എന്നുള്ള ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മൾ ഓരോരുത്തർക്കും അല്ലേ, ഒരാൾ വിചാരിച്ചാൽ മാത്രം പറ്റില്ല. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പ്രളയം വരാതെ ഇവിടെ കാത്തു സൂക്ഷിക്കാനായിട്ട്, പ്രളയം മാത്രമല്ല മറ്റുള്ള അപകടങ്ങളൊന്നും തന്നെ, മറ്റുള്ള ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്നതിൽ നിന്ന് നമ്മുടെ നാടിനേക്ക് ഒരു പരിധി വരെ തടയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അത് ഏതൊക്കെ പ്രവർത്തനങ്ങളാണെന്നാണ് എഴുതുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ടായിട്ട് തയ്യാറാക്കാം. എങ്ങനെ എഴുതാം? സേലാബ് സേ ലോഗോं को बचाने के लिए हम क्या क्या कर सकते हैं എന്നാണ്. അപ്പോൾ ഈ ക്യാ ക്യാ എന്ന് മാറ്റിയിട്ട് നമുക്കിങ്ങനെ എഴുതാം. ഹം എന്ന് വരെ എഴുതുക. എന്നിട്ട് എന്തെഴുതാം? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ബാക്കിൽ എന്ത് ചെയ്യാം? കർ സക്തേ ഹേ എന്ന് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സേലാബ് സേ ലോഗോं को बचाने के लिए हम എന്ന് പറഞ്ഞിട്ട് ഇനി പോയിൻ്റ് ആയിട്ടാണ് ഞാൻ എഴുതാൻ പോകുന്നത് കേട്ടോ. ഇതുവരെ എഴുതുന്നു, അതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് എഴുതുന്നത് കേട്ടോ. ഒന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ മരങ്ങളും ചെടികളും ഒക്കെ മാക്സിമം എന്ത് ചെയ്യുക? വെച്ച് പിടിപ്പിക്കുക. ഒരിക്കലും അതിനെ നശിപ്പിക്കരുത്. അപ്പോൾ ഇങ്ങനെ എഴുതാം. पेड़ और पौधे लगाना है. മരങ്ങളും ചെടികളും എന്തിനാണ് വെച്ച് പിടിപ്പിക്കുന്നത്? ഈ മഴയിൽ നിന്നുള്ള വെള്ളം എവിടേക്ക് പോകാനാണ്? ഭൂമിയുടെ അടിയിലേക്ക് പോകാനാണ്. പിന്നെ അടുത്തതൊന്ന് എഴുതാം. നദീ നാലേ മേ കോടാ കർക്കട്ട് ന ഡാൽനാ ഹെ
എന്താ ഇതിൻ്റെ അർത്ഥം? നദികളിലും പുഴകളിലും ഒന്നും തോടുകളിലും ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കോടാ കർക്കട്ട് അഥവാ മാലിന്യം ഇടരുത്. ഇങ്ങനെ മാലിന്യം ഇട്ടപ്പോൾ എന്തപ്പോൾ കുഴപ്പമല്ലേ? എന്താ കുഴപ്പമുണ്ടാവുക? ആ ഈ വെള്ളമൊന്നും എന്ത് ചെയ്യില്ല, ഇതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യണം, അവിടെ കെട്ടി നിൽക്കുകയാണ് അല്ലേ? വെള്ളം ഒഴുകി പോകാനുള്ള സാധ്യത അവിടെ എന്ത് ചെയ്യാണ്? ഇല്ലാതെയാവുകയാണ്. അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ നമ്മൾ പാടില്ല. എന്ന് വെച്ചാൽ വെള്ളം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പൊല്യൂട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. നദീ നാലയത്തെ വെള്ളമൊന്നും. അതെഴുതാം. പിന്നെ അടുത്തത് നമുക്ക് എഴുതാം, നദീ നാലേസെ രേത്ത് അഥവാ മണൽ, രേത്ത് ന സമേറ്റ്നാഹെ, ന സമേറ്റ്നാഹെ അഥവാ നമ്മൾ നദികളിൽ നിന്നൊന്നും എന്ത് ചെയ്യരുത്? മണൽ വാരരുത്. മണൽ വാരുന്നതും എന്താണ്? അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ? അതും എന്ത് ചെയ്യുന്നുണ്ട്? ഈ മണൽ ഖനനവും എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള, ആ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, ഭവിഷ്യത്തുകൾ വർദ്ധിക്കാനായിട്ട് വലിയൊരു പങ്ക് വഹിക്കുന്ന സംഭവമാണ് മണൽ. ഇതിൽ എന്ത് ചെയ്യാണ്? മണൽ വരുന്ന സമയത്ത് അതിൻ്റെ ആ കപ്പാസിറ്റിയൊക്കെ കുറയുകയാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിയൊക്കെ കുറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതാം, സേലാബ് സേ ലോഗോं को बचाने के लिए हम എന്ന് പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം അല്ലേ? ഇങ്ങനെ എഴുതാം, पेड़ और पौधे लगाना है, नदी नाले में कूड़ा करकट न डालना है, नदी नाले से रेत न समेटना है. ഇങ്ങനെ എഴുതാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പോയിന്റ് മാത്രമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത സർഗർമ്മി നോക്കാം. അടുത്തത് എന്താണ് ചോദ്യം? ജുംലെ പഠിയേ ഓർ മുനാസിബ് ഖാനോ മേ ചുൻകർ ലിഖിയേ. എന്താ പറഞ്ഞത്? കുറച്ച് ജുംലകൾ തന്നിട്ടുണ്ട്, കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അനുയോജ്യമായ കോളത്തിലേക്ക് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഇതിൽ എന്ത് 2 കോളാണ് തന്നിരിക്കുന്നത് നോക്കാം അല്ലേ? ഒന്ന് ബാരിഷ് കാ മൗസം, എന്താ ബാരിഷ്? മഴക്കാലം. ഗർമി കാ മൗസം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേനൽക്കാലം, ചൂടുകാലം അല്ലേ? ബാരിഷ് കാ മൗസമും അതുപോലെ തന്നെ ഗർമി കാ മൗസമുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ജുംലകൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ 2 കോളത്തിലേക്ക് തരംതിരിച്ച് എഴുതണം. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ, പാനി കി കമി ഹോ രഹി ഹേ. എന്താണ് ഇതിൻ്റെ അർത്ഥം? പാനി എന്താ? വെള്ളം. കമി എന്ന് പറഞ്ഞാൽ കുറവ്, വെള്ളത്തിൻ്റെ കുറവ് ഉണ്ടാവുന്നു. എപ്പോഴാണ് വെള്ളത്തിൻ്റെ കുറവ് ഉണ്ടാവുക? മഴക്കാലത്താണോ? അല്ല അല്ലേ, വേനൽക്കാലത്താണ്. അപ്പം നമുക്കറിയാം ഇതെവിടെയാണ് വരുന്നതെന്നുള്ളത്. ലാസ്റ്റ് പറയാം അല്ലേ? പാനി ജോർ സേ ബരസ് രഹാ ഹേ. വെള്ളം ശക്തിയായി പെയ്യുന്നത് എപ്പോഴാണ്? വെള്ളം ശക്തിയായി പെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തത് കുൻവേങ് കാ പാനി ബഡ് രഹാ ഹേ. കിണറുകളിലെ വെള്ളമൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു, എന്ന് വെച്ചാൽ ഉയർന്നു വരുന്നു അല്ലേ? അടുത്തത് സാരി ഖേത്ത് സൂഖ് രഹേ ഹേ. മുഴുവൻ വയലുകളും മുഴുവനും എന്ത് ചെയ്യുന്നു? ഉണങ്ങുന്നു. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഏതിലൊക്കെയാണെന്നുള്ളത്. എന്നാലും ഒന്ന് പറയാം അല്ലേ? ഇതെന്തിലാണ് വരിക? ഇതും ഗർമി കാ മൗസം, ഇതും ബാരിഷ് കാ മൗസം. അപ്പോൾ നമുക്കത് തരംതിരിച്ച് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്ത സവാൽ നോക്കാം. നോക്കൂ, ഗർമി കെ മൗസം മേ മാഹൂൽ മേ കൈ തബ്ദീലിയാ ഹോത്തി ഹി, നോട്ട് തയ്യാർ കീജിയെ. എന്താ പറഞ്ഞത്? നമ്മളിപ്പോൾ എഴുതി ഗർമി കെ മൗസം ഉണ്ടല്ലോ. ഗർമി കെ മൗസമിൽ നമ്മുടെ മാഹൂലിൽ, നമ്മുടെ പരിസ്ഥിതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നോട്ട് തയ്യാറാക്കുക, നോട്ട് തയ്യാറാക്കണം. അപ്പോൾ ഇതിലെ 2 പോയിന്റുകൾ നമുക്ക് എഴുതാൻ പറ്റില്ലേ? അങ്ങനെ എഴുതാം, ഗർമി കെ മൗസം മേ മാഹൂൽ മേ കൈ തബ്ദീലിയാം ഹോത്തേ ഹേ ഉസ് വക്ത്, അല്ലെങ്കിൽ ഉസ് മൗസം മേ എന്നൊക്കെ എഴുതാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഉസ് വക്ത് പാനി കി കമി, ഇത് വേണ്ട കേട്ടോ, ഇതൊന്നും വേണ്ട. പാനി കി കമി ഹോ രഹി ഹേ, മാഹൂൽ മേ ഗർമി ബഡ്തേ ഹേ. ചൂട് കൂടുന്നു അല്ലേ? ഗർമി ബഡ്തേ ഹേ. പിന്നെ पेड़ पौधे सूख हो जाते हैं, खेत भी
सूख हो जाते हैं. പിന്നെയോ നദീനാലെ खुनवे दरिया व इराके पानी कम हो रही है. നമ്മൾ ഈ എഴുതിയത് തന്നെയാണ് കേട്ടോ എഴുതിയത്. ഏകദേശം എന്തൊക്കെ എഴുതിയത്? ആ സമയത്ത് വെള്ളത്തിൻ്റെ കുറവുണ്ടാവുന്നുണ്ട്, പരിസ്ഥിതിയിൽ ചൂട് കൂടുന്നു, പേട് പൗതേ സൂഖ് ഹോ ജാത്തേ ഹേ അല്ലേ, ഉണങ്ങിപ്പോകുന്നു. അതുപോലെ തന്നെ വയലും എന്ത് ചെയ്യുന്നുണ്ട്? ഉണങ്ങിപ്പോകുന്നുണ്ട്. നദീനാലെ കുൻവേ ദരിയ വ ഇറാക്കെ പാനി കം ഹോ രഹി ഹേ. കിണർ, നദി, നാലെ, ദരിയ ഇതിലേക്ക് വെള്ളങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കമ്മിയായി പോകുന്നു. ഇത്രയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സവാൽ നോക്കാം. ഇനി അടുത്ത സവാൽ എന്താണെന്ന് നോക്കാം. നോക്കൂ. യൗമെ മാഹൂലിയാത് കെ മൗഖെ പർ സ്കൂൾ മേ എക് ജുലൂസ് നികൽനെ വാലാ ഹെ. എന്താ പറഞ്ഞത്? യൗമെ മാഹൂലിയാത്ത്. എന്താ ഈ യൗമെ മാഹൂലിയാത്ത്? മാഹൂൽ പരിസ്ഥിതി അല്ലേ, എന്നുവെച്ചാൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിസ്ഥിതി ദിനത്തിൻ്റെ അവസരത്തിൽ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് സ്കൂളിൽ ഒരു ജുലൂസ്, ഒരു റാലി പുറപ്പെടുവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു റാലി സംഘടിപ്പിക്കുന്നുണ്ട്. ഇസ്കേ ലിയെ ചന്ദ് നൂരെ തയ്യാർ കീജിയെ. അതിനായിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കണം? കുറച്ച് മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ നമുക്കറിയാമല്ലോ, റാലിക്കൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾ പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ടായിരിക്കും പോവുക അല്ലേ. അതിലൊക്കെ ഓരോരോ മുദ്രാവാക്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു 3 മുദ്രാവാക്യങ്ങൾ, നൂരകൾ തയ്യാറാക്കണം. എങ്ങനത്തെ? പേട് ലഗാവോ, ഫിത്രത്ത് ബച്ചാവോ, മരം നടൂ, പിന്നെയോ പ്രകൃതിയെ സംരക്ഷിക്കൂ. ഇതേപോലെയുള്ള കുറച്ച് നൂരകൾ തയ്യാറാക്കണം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? എഴുതി നോക്കാം അല്ലേ. നോക്കുക. ഖേത് ബച്ചാവോ എന്ന് എഴുതാം അല്ലേ. ഖേത് ബച്ചാവോ, ജാൻ ബച്ചാവോ. ഖേത്തിനെ സംരക്ഷിക്കൂ, ജീവനും അല്ലേ, ജീവൻ സംരക്ഷിക്കൂ. നമുക്കറിയാലോ വയലില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. ഇനി അടുത്ത് എഴുതാം. പിന്നെന്താ എഴുതാം? പേട് പൗതേനെ കാട്ടൂ എന്ന് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ ജംഗൽ ഹിഫാസത്ത് കരോ അല്ലേ, വനം സംരക്ഷിക്കൂ. പിന്നെ നദീ നാലേ മേ കോടാ കർക്കട്ട് ന ഡാലോ. നദീനാലയിൽ കോടാക്കർക്കട്ടൊന്നും ഇടരുത്. അപ്പം ഇത്രയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? കേത്ത് ബച്ചാവോ അല്ലേ, കേത്ത് ബച്ചാവോ, ജാൻ ബച്ചാവോ, ജംഗൽ ഹിഫാസത്ത് കരോ, നദീ നാലെ മേ കോടാക്കർക്കട്ട് ന ഡാലോ. അപ്പം ഇത്രയും എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ഇതെന്താണ് നോക്കാം. അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം. നോക്കൂ. പഠിയേ ഓർ സംജിയേ. ഇതിലൊന്നും ചെയ്യാനൊന്നുമില്ല, വായിക്കാം, മനസ്സിലാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ എന്തൊക്കെയാണ്. സുബാ കോ സൂരജ് നികൽ രഹാ ഹെ. എന്താ അർത്ഥം? പ്രഭാത സമയത്ത് സൂര്യൻ ഉദിച്ചുയരുന്നു. അടുത്തതോ ഷാം കോ സൂരജ് ഡൂബ് രഹാ ഹെ. എന്താ അതിൻ്റെ അർത്ഥം? വൈകുന്നേരം ആകുന്ന സമയത്ത്, വൈകുന്നേര സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അല്ലേ, സുബാഹിൻ്റെ ഓപ്പോസിറ്റാണ് ഷാം. അതുപോലെ തന്നെ നിഗൽ രഹാഹേൻ്റെ ഓപ്പോസിറ്റാണ് ഡൂബ് രഹാഹെ. അപ്പോൾ എന്താണ്? രാവിലെ അല്ലെങ്കിൽ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നു, അതേപോലെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നു. അടുത്തത് എന്താ? ബർസാത്ത് ഹോ രഹി ഹെ എന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ധൂപ്പ് നിഗൽ രഹി ഹെ, വെയിൽ ഉദിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അടുത്തത് ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിലാണ് കേട്ടോ. നിഗൽ രഹ എന്ന് പറഞ്ഞാൽ പുറപ്പെടുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വെയിൽ പുറപ്പെടുക എന്നൊന്നും നമ്മൾ എന്തായാലും പറയില്ലല്ലോ. വെയിൽ എന്ത് ചെയ്യുന്നു? വെയിൽ ഉദിക്കുന്നു. പിന്നെ അടുത്തത് ജമീൻ സെ പേട് പൗതേ നിക്കൽ രഹേ ഹെ. എന്താ പറയുന്നത്? ഭൂമിയിൽ നിന്നും ചെടികളും മരങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? മുളച്ചു വരുന്നു. നിക്കൽ രഹാഹേൻ്റെ കുറേ അർത്ഥങ്ങളാണ്. നോക്കൂ, ഇവിടെ വന്നത് ഉദിച്ചുയരുന്നു എന്നുള്ള അർത്ഥമാണ്, ഉദിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഇവിടെ വെയിൽ ഉദിച്ചു വരുന്നു. പിന്നെന്താ?
പിന്നെന്താ ഇവിടെ വന്നത് മുളച്ചു വരുന്നു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തത് നോക്കൂ, ആസ്മാൻ പർ താരെ ചമക് രഹേ ഹേ, ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു അല്ലെങ്കിൽ മിന്നിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് ബഹാർ മേ കലിയാം കുൽ രഹി ഹേ, ഇതിലെന്താ പറയുന്നത്, ബഹാർ വസന്തകാലത്ത് നമ്മുടെ കലിയാം പൂമൊട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നു, വിരിയുന്നു. കിൽ രഹി ഹേ എന്ന് പറഞ്ഞാൽ വിരിയുക. ഹിസ മേ കലിയ മർജാ രഹി ഹേ, ഇതിലെന്താ പറയുന്നത്, ഹിസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മളിവിടെയൊക്കെ എല്ലാം വാടിപ്പോകുന്ന ശരത്കാലം ഉണ്ടല്ലോ, ശരത്കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കലിയാം, നമ്മുടെ ഈ പൂമൊട്ടുകളൊക്കെ വാടിപ്പോകുന്നു, വാടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിങ്ങനെ വാടിപ്പോകുന്നു കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കൊഴിഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ പ്രവർത്തനങ്ങളില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പ്രവർത്തനങ്ങളില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഓരോ പാഠഭാഗം കഴിയുമ്പോഴും അതിൻ്റേതായിട്ടുള്ള വാക്കുകളും അർത്ഥങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ വായിച്ച് പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹുദാ ഹാഫിസ്.